ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് കൽപ്പാത്തിയിലാണ്. വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ട് ഇവിടുത്തെ നാടൊക്കെ ഒന്ന് കാണാൻ വന്നാണ്. നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഈ 5 മണി 5:30 എഴുന്നേറ്റില്ലേ, ഈ മറ്റേന്താ ഇവിടെ കോലോക്കെട്ട് ബ്രാഹ്മിൻസ് തെരുവിലാണ്. നമ്മൾ കൽപ്പാത്തി ബ്രാഹ്മിൻസ് തെരുവിലാണ്. അപ്പോൾ രാവിലെ എണീച്ച് ഇവരെല്ലാവരും 4 മണിക്കൊക്കെ എണീച്ച് എല്ലാവരും കോലമൊക്കെ ഇട്ട് അവരെല്ലാം റെഡിയായി. നമ്മൾ വരാൻ ലേറ്റ് ആയെന്നുള്ളത് കൊണ്ട് കാണാനൊന്നും പറ്റിയില്ല. പക്ഷെ 1-2 അമ്മമാര് കോലം ഇടുന്നവരുണ്ട്, ഇനി ഇടുന്നവരുണ്ട്, 6 നേരം വെളുത്തിട്ട് ഇടുന്നവരുണ്ട്. ഇവിടെയൊക്കെ തൊട്ടടുത്തടുത്തടുത്ത് വീടുകളാണ്, അഗ്രഹാരം പോലെ. ഈ തെരുവിലൂടെ നടക്കാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. അഗ്രഹാരം തെരുവാണ്, കൽപ്പാത്തി അഗ്രഹാരം തെരുവാണ്. നമ്മുടെ തൊട്ടപ്പുറകിലാണ് കൽപ്പാത്തി ക്ഷേത്രം. ഇതാണ് 2ാമത്തെ ക്ഷേത്രം. നമ്മള് കൽപ്പാത്തി ക്ഷേത്രമാണ് നമ്മുടെ പുറകിലുള്ളത്. നേരെ ഓപ്പോസിറ്റ് നമ്മൾ പോകുന്ന വഴിയിലും വേറൊരു ടെമ്പിൾ ഉണ്ട്. അവിടെ ഒരു ടെമ്പിൾ കാണുന്നുണ്ട്. കണ്ടോ, രാവിലെ സൂര്യനൊക്കെ ഉദിച്ച് എന്ത് ഭംഗിയാണല്ലോ ഇടം കാണാനായിട്ട്. അടുപ്പിച്ചടുപ്പിച്ച് വീടുകളാണ് നമ്മുടെ. കണ്ടോ, തൊട്ടടുത്ത് ഇവർക്ക് ഒരു തന്നെയാണ് വീട്. വൈകുന്നേരങ്ങളിലും തൂത്ത് വൃത്തിയാക്കി കോലമൊക്കെ ഇട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. രാവിലെ വൈകുന്നേരം ഇവിടെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഈ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാനായിട്ടും അസ്തമിക്കുന്നത് കാണാനായിട്ടും ഈ ഇവിടുത്തെ നാടിന് ഭയങ്കര രസമാണ്. ഇവിടുത്തെ ഈ അഗ്രഹാരങ്ങളിൽ കൂടുതലും താമസിക്കുന്നത് തമിഴ് ബ്രാഹ്മിൻസ് ആണ്. ഇവർ രാവിലെ എഴുന്നേറ്റ് കോലമൊക്കെ വരച്ച് എല്ലാ ദിവസവും എല്ലാ വീട്ടിലും എല്ലാത്തിൻ്റെ ഫ്രണ്ടിലും ചെറിയൊരു കോലം ഉണ്ടായിരിക്കും. ഞങ്ങൾ 1-2 കോലം വരയ്ക്കുന്നതൊക്കെ കണ്ട് അവർക്കൊരു 1-2 മിനിറ്റ് മതി, പെട്ടെന്ന് കോലം വരച്ച് കഴിയും. ഈ അരിപ്പൊടിയൊക്കെ കൊണ്ടാണ് ഇവർ ഈ വരയ്ക്കുന്നത്. അതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഒരു ലക്ഷ്മി ദേവിയെ വരവേക്കാൻ വേണ്ടിയിട്ടാണ് അവരൊന്ന് ചെയ്യുന്നത്. പിന്നെ തിന്മയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ചെയ്തു. പിന്നെ ഓരോ ദിവസം ഓരോ ഡിസൈൻ ആയിരിക്കും. അവർക്ക് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അവർ 2 സെക്കൻഡ് കൊണ്ട് ആ ഡിസൈൻസ് അവർ വരച്ചിട്ട് പോകും. നമുക്ക് നോക്കുമ്പോൾ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഡിസൈനൊക്കെ ആയിരിക്കും. അവരിത് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യത്തുള്ളൂ. കുളിച്ച് കോലമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവർ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള പാലക്കാട് രഥോത്സവമില്ലേ, ആ രഥോത്സവം നടക്കുന്ന അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ അമ്പലത്തിന് 2 പേരുണ്ട്. ശരിക്കുള്ള പേരെന്ന് പറയുന്നത് വിശ്വനാഥ സ്വാമി കൽപ്പാത്തി വിശ്വനാഥ സ്വാമി ശരിക്കുള്ള പേര്. കുണ്ടമ്പലം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇതിന്റെ നമുക്ക് ഈ അമ്പലം വന്നതിന് ഇവിടെ നിർമ്മിക്കപ്പെട്ടതിനൊക്കെ ഒരു ചെറിയൊരു ഐതിഹ്യമുണ്ട്. അതായത് ലക്ഷ്മി അമ്മ എന്നൊരു അമ്മ ഉണ്ടായിരുന്നു. ആള് കാശിന്ന് വന്ന സമയത്ത് ഒരു ശിവലിംഗം കൊണ്ടാണ് വന്നത്. അത് ഇവിടെ തീരത്ത് സ്ഥാപിക്കാനായിട്ട് ആ സമയത്ത് ഇവിടെ രാജാവായിരുന്നു പാലക്കാട് രാജാവിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ആ രാജാവ് ആ സമയത്ത് സഹായിച്ചു. അങ്ങനെയാണ് ഈ അമ്പലം ഇവിടെ ഉണ്ടായി വരുന്നത്. അതാണ് അങ്ങനെയാണ് ഈ അമ്പലം ഇവിടെ സെറ്റായി വരുന്നത്. ഐതിഹ്യം നമ്മൾ പറഞ്ഞു കേട്ടതും ഇവിടുത്തെ ആൾക്കാർ പറയുന്നതായിട്ടുള്ള ഐതിഹ്യം അതാണ്. പിന്നെ ഈ അമ്പലം കയറുന്ന വഴിക്കില്ല, നമ്മൾ ഇറങ്ങി ചെല്ലുന്ന വഴിക്കില്ല 18 പടിയുണ്ട്. ഈ 18 പടിയും കഴിഞ്ഞിട്ട് വേണം നമ്മൾ അമ്പലത്തിലോട്ട് ഇറങ്ങി ചെല്ലാൻ. എൻട്രൻസിലാണ് ഈ 18 പടി വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്ഥലം വരുന്നത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ ലക്ഷ്മി അമ്മാള് കാശിയിൽ നിന്ന് വരുമ്പോഴാണ് ഈ ശിവലിംഗം കൊണ്ടുവന്നത്. അപ്പം ഈ കാശിയിൽ നിന്ന് ഗംഗയിലേക്ക് പോകുന്ന വഴിക്ക് 18 പടി ഇറങ്ങിയിട്ടാണല്ലോ ഗംഗയിലേക്ക് പോകുന്നത്. ആ 18 പടി വെച്ചേക്കുന്നത് 2 ഐതിഹ്യത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ പടി ഇറങ്ങി നമുക്ക് നേരെ അമ്പലത്തിലേക്ക് നമുക്ക് ചെരുപ്പിടാൻ പറ്റും. ഈ 18 പടി ഇറങ്ങുന്നവരെ നമുക്ക് ചെരുപ്പിടാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മുടെ അമ്പലത്തിന്റെ പുറയിലായിട്ടില്ലേ നല്ലൊരു അടിപൊളി പുഴ കാണുന്നുണ്ടോ? ഇതാണ് കൽപ്പാത്തിപ്പുഴ. ശരിക്കുള്ള ഇതിന്റെ പേര് ഇവിടെ ഉള്ളവരാണ് ഇതിനെ കൽപ്പാത്തിപ്പുഴ എന്ന് വിളിക്കുന്നത്. കൽപ്പാത്തിപ്പുഴയുടെ തീരത്തായാണ്, കൽപ്പാത്തി അമ്പലത്തിന്റെ തീരത്തായാണ് കൽപ്പാത്തിപ്പുഴ എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് മലമ്പുഴ ഡാമാണ്. മലമ്പുഴ ഡാമിലേക്കുള്ള വെള്ളമാണ്. ഇത് മറ്റേ ഭാരതപ്പുഴയുടെ കൈവരിയാണ്. ഇവിടെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്, കണ്ടോ, ഡ്രസ്സ് അലക്കുന്നുണ്ട്, കുറെ നീളമുണ്ട് കേട്ടോ. അവിടെയൊക്കെ ആൾക്കാരുണ്ട്. അത് ആ മെയിൻ റോഡ് പാലം. പിന്നെ ഇവിടെ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പിതൃതർപ്പണമൊക്കെ ബാക്കിലുണ്ട്. അവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. ടൂറിസ്റ്റ് ഏരിയ ആണ്, ഒരുപാട് പേര് വരുന്നതാണ്. നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ടുണ്ട്. ചന്ദനക്കുറിയൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇച്ചിരി വെയിൽ വീട് തുടങ്ങി. ഒരു 10 മണിയൊക്കെ 9 മണിയൊക്കെ കഴിഞ്ഞു. നല്ല വെയിലുണ്ട്. ഇതാണ് നമ്മുടെ രഥോത്സവത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന രഥം അല്ലേടാ? അതായത് നമ്മുടെ എന്താ പറയാൻ കൽപ്പാത്തി രഥം. 3 രഥങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോഴാണ് ഒരു ഗ്ലാസ് ഒക്കെ ഇട്ട് മറച്ചിട്ട്. പണ്ട് ഓപ്പൺ ആയിട്ടാണ് അവർ വെച്ചിരുന്നത് ഈ രഥം. 3 രഥം ഇപ്പോഴാണ് ഗ്ലാസ് ഇട്ട് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ 2 വർഷം മുമ്പ് വന്നപ്പോഴും രഥം ഓപ്പൺ ആയിട്ട് വെച്ചിരുന്നത്. ഈ കൽപ്പാത്തി എന്ന് പറയുന്നതിൽ 3 അഗ്രഹാരങ്ങൾ ചേർന്നാണ് പഴയ കൽപ്പാത്തി, പുതിയ കൽപ്പാത്തി, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോടാ, ചാത്തപുരം എന്ന് പറയും, ശാന്തപുരം എന്നും പറയും. ഇത് 3 കൂടെ ചേർന്നിട്ടാണ് ഈ നമ്മളുടെ ഇപ്പൊ കാണുന്ന
കൽപ്പാത്തി എന്ന് പറഞ്ഞ സ്ഥലം. ഈ അഗ്രഹാരം ഉള്ളത് ഈ 3 അഗ്രഹാരങ്ങൾ ചേർന്നിട്ടാണ്. പിന്നെ ഈ 3 അഗ്രഹാരങ്ങളിൽ നിന്നും നമ്മുടെ ഈ 3 ക്ഷേത്രങ്ങളിൽ നിന്നാണ് മെയിനായിട്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പുതിയ കൽപ്പാത്തിയിൽ മഹാഗണപതി ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ പഴയ കൽപ്പാത്തി എന്ന് പറയുന്നത് അതിൽ ശ്രീ നാരായണ പെരുമാൾ എന്നൊരു ക്ഷേത്രമുണ്ട്. പിന്നെ ശാന്തപുരം മഹാഗണപതി ക്ഷേത്രമുണ്ട്. ഇവിടുന്ന് 3 ഈ നമ്മുടെ ഏത് മാസത്തിലാണ്? തുലാം മാസത്തിലെ ലാസ്റ്റ് 10 ദിവസമാണ് ഇവിടെ നടക്കുന്ന പരിപാടികളെല്ലാം. എല്ലാ മേജർ പരിപാടികളെല്ലാം നടക്കുന്നത്. ആ സമയത്താണ് ഈ 3 രഥങ്ങൾ വരുന്നതിനാണ് ഈ ദേവരഥ സംഗമം എന്ന് പറയുന്നത്. ദേവരഥ സംഗമം. വിശന്നിട്ട് വയ്യ ഗായ്സ്, ഇനി ഫുഡ് കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി പരിപാടിയൊക്കെ. ഇവിടെ ഞാൻ വരുന്നതിന് മുന്നേ തന്നെ കുറേ റീൽസിൽ കണ്ടിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് കുമരൻ കഫേ. അവിടെ നിന്നാണ് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണേ. എനിക്ക് ദോശ വന്നില്ല കേട്ടോ, ഇല മാത്രമേ വന്നു. ദോശ പുറകെ ചൂട്, ഭയങ്കര ചൂട്. സ്പെഷ്യൽ കറിയാണോ? സാമ്പാർ, ചമ്മന്തി, മുളക് 3 കൂടെ കുഴയ്ക്കാൻ അങ്ങോട്ട് കഴിക്കാം. നല്ല നാടൻ ദോശ, നല്ല ടേസ്റ്റും ഉണ്ട്. ചേട്ടാ ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് എന്നാണെന്ന് പറഞ്ഞു. തക്കാളി ഒതുക്കാണ് സ്പെഷ്യൽ ഫുഡ്. എത്ര മണി തൊട്ട് എത്ര മണി വരെ കിട്ടാം? രാവിലെ 9 മണി മുതൽ 11 മണി വരെ. പിന്നെ വൈകിട്ട് വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെ. എല്ലാ ദിവസവും ഉണ്ടോ അതോ ചൊവ്വാഴ്ച അവധിയാണ്? ബാക്കി എല്ലാ ദിവസവും നമ്മൾ എത്ര വർഷം തുടങ്ങിയിട്ട് ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ പുതിയതായിട്ട് 1 വർഷമായിട്ട് 2 വർഷം അടച്ച് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ പറയുന്നത് 30 വർഷം. ചേട്ടന് 30 വർഷം നടത്തിയിരുന്നേ? ഇല്ല, അച്ഛനും കഴിഞ്ഞിട്ട് ചേട്ടൻ വന്നാണല്ലേ. ഇവിടുത്തെ ചേട്ടൻ ഇവിടെ തന്നെയാണോ? ശരി. ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു പൊന്നുമാമിയുടെ അച്ചാറുണ്ട് കണ്ടോ. കുറെ വെറൈറ്റി അച്ചാറൊക്കെ ഉണ്ട്. നമുക്ക് ഫേമസ്. നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിട്ട് വരാം. അച്ചാർ മാത്രമല്ലല്ലേ, അച്ചാറ്, കൊണ്ടാട്ടങ്ങള് എല്ലാം ഉണ്ട്. ചമ്മന്തിപ്പൊടി ഒക്കെ ഉണ്ടല്ലേ. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കണതാ. ഇപ്പൊ പൊന്നുമാമി എന്ന് പറയണത് അമ്മയാണല്ലേ. അമ്മ നടത്തണേ. എത്ര നാളായി അമ്മ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോ ഇവിടെ 30 വർഷമായി. 30 വർഷമായി. ആദ്യം കണ്ണൂരായിരുന്നു. കണ്ണൂരിൽ നിന്ന് ഈ വീട് മേടിച്ചു. പിന്നെ ഇവിടെ സെറ്റായി. 30 വർഷമായിട്ട് മാങ്ങ ഞാൻ കൊടുത്തിട്ട് പോകും. 5 വർഷമായിട്ട് ഇടുന്നതും പാക്ക് ചെയ്യുന്നതും എല്ലാം ഞാൻ. എത്ര മണിയായിട്ട് ചേട്ടാ? എത്ര മണി വരെ? അങ്ങനെയല്ലേ, ഇത് വീട് തന്നെയല്ലേ. രാവിലെ 7 മണിക്ക് ശേഷം വന്നാലും എടുത്ത് കൊടുക്കും അല്ലേ. വൈകിട്ട് 9 മണി വരെ, 9 ആണെങ്കിൽ വരെ കൊടുക്കും. സ്പെഷ്യൽ എന്താണ് ഇവിടെ ഏറ്റവും നല്ല ടേസ്റ്റ്? കട്ട്മാംഗോ സ്പെഷ്യല്, കടുമാങ്ങ. നമുക്ക് പിന്നെ എല്ലാം സ്പെഷ്യലാണ്. നമ്മൾ അങ്ങനെ ഇടുന്നുള്ളൂ. വിനാഗിരി ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അതുകൊണ്ട് വീട്ടാവശ്യക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. കച്ചവടത്തിനാണെങ്കിൽ തരും. ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ കൽപ്പാത്തിയിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഈ നമ്മുടെ വെളുപ്പിന് സമയത്തോ ഇല്ലെങ്കിൽ വൈകുന്നേര സമയത്തോ ഒക്കെ ഈ കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങളുള്ള സൈഡിലൊന്ന് വന്ന് നിൽക്കണം. എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട്. നല്ല കാറ്റും സൂര്യൻ അസ്തമിക്കുന്നതോ ഇല്ല സൂര്യൻ ഉദിക്കുന്നതോ ഒക്കെ കണ്ടിരിക്കാനായിട്ട്. ഇവിടെ നല്ല ചെറിയ ചെറിയ കടകൾ, കട്ടൻ കാപ്പി, ചായ ഒക്കെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കടകൾ, നല്ല കുറേ മനുഷ്യർ, ഇങ്ങനെ കുറേ ലൈഫാണ് ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ. ഒരു ആംബിയൻസ് തന്നെ നല്ലൊരു ആംബിയൻസ് ആണ്. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം ആ ആംബിയൻസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.